Okay dears, welcome back. You can see one question on the board. നിങ്ങൾക്ക് ഇത് ഞാൻ ഹോംവർക്ക് തന്നെയാണ്, നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട പോയിന്റ്സ് ക്വസ്റ്റ്യൻ നിങ്ങളെടുത്തിട്ടുണ്ട്. എനിവേ, ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ അസറ്റിന്റെ വാല്യൂന്റെ മേലെയാണ് എടുക്കുക. ഇവിടെ അസറ്റിന്റെ വാല്യൂല് നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് അസറ്റ്സ് ആണ്, ഒന്ന് പ്ലാന്റും ഒന്ന് സ്റ്റോക്കും ആണ്. ഒബ്വിയസ്ലി നമുക്കറിയാം ഡിപ്രിസിയേഷൻ എൻ്റെ മേലെയാണ് പ്ലാന്റ് അല്ലെ, പ്ലാന്റിനാണ് ഡിപ്രിസിയേഷൻ ഉണ്ടാവുക. സോ ഇവിടെ നമ്മൾ വാല്യൂ ഓഫ് പ്ലാന്റ് എടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് അസറ്റിന്റെ വാല്യൂ ആണ്. അസറ്റിന്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്ന അസറ്റ് ഏതാന്ന് നോക്കിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഇൻഷുറൻസ്. രണ്ട് ഇൻഷുറൻസ് ഉണ്ട്, ഒന്ന് ഇൻഷുറൻസും ഒന്ന് എംപ്ലോയേഴ്സ് ലയബിലിറ്റി ഫോർ ഇൻഷുറൻസ്. അതിൽ ഇൻഷുറൻസ് നമുക്ക് ഒന്നിക്കല് വർക്കറിന്റെ മേലെ എടുക്കാം അല്ലെ, വർക്കറിന്റെ മേലെ എടുത്തൂടെ. വർക്കറിന്റെ മേലെ നമ്മൾ കമ്പനി ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ വർക്കറിന്റെ ഇൻഷുറൻസ് എയില് ബിയില് സിയിലെ വർക്കർ ഡിയിലെ വർക്കർ ഇയിലെ വർക്കർ അങ്ങനെ നമുക്ക് കാണാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ കൺസൈൻമെന്റിനൊക്കെ ഗുഡ്സ് അയക്കുമ്പോൾ നമ്മളെ സ്റ്റോക്ക് നമ്മൾ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോൾ, ഓക്കെ സോറി അത് ബികോം എത്തി. എനിവേ, സ്റ്റോക്ക് നമ്മൾ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, ഈ സ്റ്റോക്കിന് ഇൻഷുറൻസ് വേണം അല്ലേ. സോ അങ്ങനെയും നമുക്ക് വ്യൂ ചെയ്യാം അല്ലെ. ഇതർ ഓൺ സ്റ്റോക്കിന്റെ മേലെയും നമുക്ക് എടുക്കാം, എംപ്ലോയിന്റെ മേലെയും നമുക്ക് എടുക്കാം. നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ മേലെ, എംപ്ലോയി മീൻസ് നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ മേലെ എടുക്കാം. സോ ഹിയർ നിങ്ങൾ ഒന്ന് നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ മേലെയും എടുക്കുക, ഒന്ന് സ്റ്റോക്കിന്റെ മേലെയും എടുക്കുക. ഓക്കെ, സോ എംപ്ലോയേഴ്സ് ലയബിലിറ്റി ഫോർ ഇൻഷുറൻസ് ഞാൻ നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ മേലെ എടുക്കുന്ന, ഇൻഷുറൻസ് ഞാൻ സ്റ്റോക്കിന്റെ മേലെ എടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണോ തന്ന അതിന്റെ രീതിയിൽ വേണം നമ്മൾ ബേസ് സെലക്ട് ചെയ്യാൻ. നമ്മൾ ടേബിളിൽ തന്നത് ഡയറക്റ്റ് ആയിട്ട് തരണമെന്നില്ല. ഇവിടെ വേറൊരു സംഭവം പവർ ആണ്. പവറിന്റെ നിങ്ങൾ ടേബിൾ എടുത്തു നോക്കിയാൽ ഇറ്റ് ഇസ് ഹോഴ്സ് പവർ ഓഫ് ദ മെഷീൻ എന്ന് കാണാം. ബട്ട് ഹിയർ ഹോഴ്സ് പവർ തന്നിട്ടില്ല. ഹോഴ്സ് പവർ തന്നിട്ടില്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയത് ഏതാന്ന് നോക്കും. ഏറ്റവും ആപ്റ്റ് ആയത് ഫ്ലോർ ഏരിയ ആണ്. സോ നമ്മൾ എന്തെടുക്കും, ഫ്ലോർ ഏരിയ എന്ന് എടുക്കും. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. സൊല്യൂഷൻ നിങ്ങൾക്ക് ബോർഡിന്റെ മേലെ കാണാം. ഓക്കെ, സോ ദിസ് ഇസ് ദ തിങ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് പറയാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓവർ ഹെഡ് കോസ്റ്റിംഗിലെ ഫസ്റ്റ് സ്റ്റെപ്പായ അപ്പോർച്ച്മെന്റ് പറഞ്ഞു. ഓൾറെഡി നമ്മൾ 2 പ്രോബ്ലം ചെയ്തു. ഇനി നമ്മൾ ബാക്കിയുള്ളതിന്റെ കൂട്ടത്തിൽ ഈ അധികം അപ്പോർച്ച്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ ഓർമ്മിക്കുക, സൺട്രീസ് എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ടേബിളിൽ എഴുതി തന്നിട്ടുണ്ട്, അതിന്റെ ബേസ് നല്ലോണം ഓർമ്മിക്കുക. പിന്നെ ഇൻഡയറക്റ്റ് വേജ് ഞാൻ എഴുതി തന്നിട്ടുണ്ട്, അതിന്റെയും ബേസ് ഓർമ്മിക്കുക. സോ ഇങ്ങനെയുള്ള ചില പോയിന്റ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടൂല. അങ്ങനെയുള്ള പോയിന്റ്സ് നിങ്ങൾ ആ ടേബിൾ ഏകദേശം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടല്ലോ. ഓക്കെ, നൗ ഓവർ ഹെഡ് കോസ്റ്റിംഗിൽ അപ്പോർച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡിനെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും സർവീസ് ഡിപ്പാർട്ട്മെന്റിനും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇതാണ് പ്രോസസ്. നിങ്ങൾക്ക് അവിടെ നമ്മൾ ഓൾറെഡി ഒന്നാമത് ചെയ്ത പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ അവിടെ കാണാം അല്ലെ. ഒരു ലാസ്റ്റ് നോക്കിയടോ, ഇപ്പം എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ എത്ര ഓവർ ഹെഡ് ഉണ്ടോ നോക്കിയട്ടെ. 43,040 അല്ലെ, 43,040. ബിന്റെ അടുത്ത് എത്ര ഓവർ ഹെഡ് ഉണ്ട്? ബി ഡിപ്പാർട്ട്മെന്റിന് ടോട്ടൽ ഓവർ ഹെഡ് 49,000 സംതിങ്. സി എന്ന് പറയുന്നതിൽ 43,160. ഡിയിൽ ഇത്ര ഓവർ ഹെഡ്, ഇയിൽ ഇത്ര ഓവർ ഹെഡ്. സി ഇവിടെ നോക്ക്, അപ്പോർച്ച്മെന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓരോരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലും എത്ര. നമുക്ക് ആദ്യം ഇങ്ങനെയാണ് അറിയാം, റെന്റ് 1000 എന്നേ അറിയുള്ളൂ. നമ്മളിപ്പോ എന്ത് മനസ്സിലാക്കി? ഈ 1000ൽ എക്ക് എത്ര, ബിക്ക് എത്ര, സിക്ക് എത്ര, ഡിക്ക് എത്ര, ഇക്ക് എത്ര എന്നല്ലേ. സോ ആഫ്റ്റർ അപ്പോർച്ച്മെന്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഓരോരോ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലും എത്ര ഓവർ ഹെഡ് ഉണ്ട് എന്ന് മനസ്സിലായി. ആ ഡയഗ്രാം ഒന്നും കൂടി നോക്കുക. ഡയഗ്രാം അല്ല, നമ്മളെ സൊല്യൂഷൻ ഒന്നും കൂടെ നോക്കിയേ. അടുത്ത നമ്മളെ സ്റ്റെപ്പ് പേര് എന്തെങ്കിലും, അടുത്ത സ്റ്റെപ്പിന്റെ പേര് റീഡിസ്ട്രിബ്യൂഷൻ അല്ലെ. റീഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റീ അപ്പോർച്ച്മെന്റ് എന്നൊക്കെ പറയും. ആ സ്റ്റെപ്പ് എന്താണോ? സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓവർ ഹെഡ് ഈ കണക്ക് പ്രകാരം ഡിയിലെ 23,680 ഇയിലെ 18,880 കാണുന്നുണ്ടല്ലോ ബോർഡില്. ഓക്കെ, സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓവർ ഹെഡ് ആർക്ക് ഇനി ഡിവൈഡ് ചെയ്ത് കൊടുക്കണോ? ആർക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം? എക്കും
ബിക്കും സിക്കും, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്. സോ വി ആർ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്, റീഅപ്പോർച്ച്മെന്റ് ഓഫ് ഓവർഹെഡ്. ക്ലിയർ? ഓക്കെ, സി റീഅപ്പോർച്ച്മെന്റ് ഓഫ് ഓവർഹെഡ്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മളെല്ലാം അപ്പോർച്ച്മെന്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ആണ് എന്ത്? റീഅപ്പോർച്ച്മെന്റ്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അപ്പോർഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ ഓവർഹെഡ് നമ്മൾ ആർക്ക് കൊടുക്കുന്നതോ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയ എക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ? സോ ഈ സ്റ്റെപ്പാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് റീഅപ്പോർച്ച്മെന്റ് ഓഫ് ഓവർ ഹെഡ്. എന്താ ചെയ്യാൻ പോകുന്നത് ക്ലിയർ ആണല്ലോ? ഓക്കെ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്നും നമ്മൾ വിളിക്കും. ക്ലിയർ? ഓക്കെ ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ബോർഡിൽ കുറച്ച് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ പേര് കാണാം. സി, ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ പേറോൾ ഡിപ്പാർട്ട്മെന്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്, ക്യാൻറ്റീൻ, വെൽഫെയർ, ഇന്റേണൽ ട്രാൻസ്പോർട്ടിന്റെ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ്, ഇങ്ങനെയുള്ള കുറേ സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷനിൽ കാണാൻ പറ്റും, ഇല്ലടോ? അപ്പൊ നമ്മൾ ഈ പ്രോസസ് എന്താ? ഈ പർട്ടിക്കുലർ സർവീസ് ഡിപ്പാർട്ട്മെന്റ്സിൽ എല്ലാം വേണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് ഈ DE എന്നൊക്കെയുള്ള പേരിലായിരിക്കും തരും. എനിവേ, നമ്മളെ പർപ്പസ് എന്താ? സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓവർഹെഡ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത, ആർക്ക് റീഅപ്പോർഷൻ ചെയ്ത് കൊടുക്കുക? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, റീഅപ്പോർഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്, ഇപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ABC ആണെങ്കിൽ D ആണ് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരെങ്കിൽ ഈ ഡിയിലുള്ള ഓവർഹെഡ് എക്കും ബിക്കും സിക്കും കൊടുക്കും, അല്ലെ? അപ്പൊ എക്കും ബിക്കും സിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ടെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും ഒരു ബേസിലാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? സോ ഇവിടെയും നമുക്കൊരു കുഞ്ഞു ടേബിൾ ഉണ്ട്. എന്തിന്റെ ബേസിലാണ് ഈ പർട്ടിക്കുലർ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർഹെഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് റീഅപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്? നമുക്കിപ്പം ബോർഡിൽ കാണാം ആ ടേബിൾ. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർഹെഡ് കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കുക നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ്. ഇനി നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നില്ലെങ്കിൽ ലേബർ അവറോ അല്ലെങ്കിൽ മെഷീൻ അവറോ എടുക്കാം, ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആണെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. പിന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൻ്റെത് ഓർഡർ പ്ലേസ്ഡ്, മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ വിളിക്കുക അതിനാ. അപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ്ഡ്. ദെൻ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണെങ്കിൽ നമ്പർ ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ, അല്ലെങ്കിൽ മെറ്റീരിയൽ എത്ര യൂസ് ചെയ്തെന്നുള്ള ബേസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൻ്റെത് ലേബർ അവർ വർക്ക്ഡ് അല്ലെങ്കിൽ മെഷീൻ അവർ. ക്യാൻറ്റീൻ്റെത് നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ്റെത് വെയിറ്റ് ഓർ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഹിയർ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരി ചെയ്യുന്നതിനുള്ള. സോ ഹിയർ വെയിറ്റ് ഓർ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ക്ലിയർ ആണല്ലോ? സോ ഈ ഒരു ടേബിളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോവാണ്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റീഅപ്പോർച്ച്മെന്റ് അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോവാണ്. അതിനെ നമ്മൾ മെയിൻലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇത് നോക്കണ്ടേ, ഇവിടെ ശ്രദ്ധിച്ചു. ഇപ്പൊ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഡിയും ഇയും ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ABC ആണല്ലോ. നമ്മൾ ഇതാണ് പറയാൻ പോകുന്നത്. ബട്ട് നോക്കണ്ടേ, ഇവിടെ നോക്കൂ. ഡിന്റെ ഓവർഹെഡ് എക്ക് ബിക്ക് സിക്ക് കൊടുക്കുന്നു, അതുപോലെ ഇന്റെ ഓവർഹെഡ് എക്ക് ബിക്ക് സിക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഞാനിവിടെ എഴുതിയത്. അപ്പോർച്ച്മെന്റ് ഓഫ് ഓവർഹെഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓൺലി. അതായത് ഡിൻ്റെത് എക്കും ബിക്കും സിക്കും കൊടുത്തു, ഇൻ്റെത് എക്കും ബിക്കും സിക്കും കൊടുത്തു. സി ഇനി ഞാൻ അവിടെ എഴുതിയതാണേ പറയാൻ പോകുന്നത്. ഇവിടെ തന്നെ ശ്രദ്ധിച്ചോളെ. DEABC സർവീസ് പ്രൊഡക്ഷൻ. ഡിന്റെ ഓവർഹെഡ് ഞാൻ ഇക്ക് കൊടുത്തു, എക്ക് കൊടുത്തു, ബിക്ക് കൊടുത്തു, സിക്ക് കൊടുത്തു. അതേപോലെ ഇന്റെ ഓവർഹെഡ് ഞാൻ ഡിക്കും കൊടുത്തു, എക്കും കൊടുത്തു, ബിക്കും കൊടുത്തു, സിക്കും കൊടുത്തു. സി ജസ്റ്റ് ഒരു വേഗ് ഐഡിയ തരാനാണ്. അതായത് ഈ മെത്തേഡിൽ അപ്പോർച്ച്മെന്റ് ഓഫ് ഓവർഹെഡ് അപ്പോർഷൻ ചെയ്യുന്ന ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഡിന്റെ ഓവർഹെഡ് ആർക്കും കൂടെ കൊടുക്കുന്നുണ്ടോ? ഇക്കും കൂടെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഈൻ്റെ ഓവർ ഹെഡ് ആർക്കും കൂടെ കൊടുക്കുന്നുണ്ട്, ഡിക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു, എക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു, ബിക്കും സിക്കും. സോ ദിസ് ഇസ് ദ 2 മെത്തേഡ്. എനിവേ ഇപ്പം അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കേണ്ട, ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, നമ്മളെ ഫസ്റ്റ് മെത്തേഡ് അപ്പോർച്ച്മെന്റ് ഓഫ് ഓവർ ഹെഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇത് ക്ലിയർ ആണല്ലോ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. സർവീസ് ഡിപ്പാർട്ട്മെന്റിൻ്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 3ലേക്ക് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ 3ലേക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ദിസ് പ്രോസസ്, ഇതിന് നമ്മളൊരു പേര് വിളിക്കും ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ ഓക്കെ. ഇനി അപ്പുറത്തെ ഭാഗം നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ ഓക്കേടാ, ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്. ഫസ്റ്റ് തന്നിരിക്കുന്നത് the following is obtained from the light engineering. Okay okay okay. Calculate the departmental overhead rate ആണ്. overhead rate എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ നെക്സ്റ്റ് നമ്മളിപ്പോൾ വഴിയെ പഠിക്കും. Let's read the question. Production department A യും B യും C യും സർവീസ് ഡിപ്പാർട്ട്മെന്റ് X and Y. ഇവിടെ ഡയറക്റ്റ് വേജ് ആൻഡ് ഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ഗിവൺ. നമുക്കറിയാം ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസ് ഒന്നും നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണ്ട, ബിക്കോസ് ഇറ്റ് ഇസ് ഡയറക്ട്ലി ടു എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അത് പറയാം. അതിലൊരു പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. എംപ്ലോയീസ് തന്നിട്ടുണ്ട്, ലൈറ്റ് പോയിന്റ്സ്, കിലോ വാട്ട് ഇലക്ട്രിസിറ്റി ഇസ് ഗിവൺ, അസറ്റിന്റെ വാല്യൂ, ഏരിയ ഓക്യുപ്പൈഡ് ഇസ് ഗിവൺ. നിങ്ങളിത് ക്വസ്റ്റ്യൻ പോസ് ചെയ്ത് എഴുതിയെടുക്കണേ. ദെൻ എക്സ്പെൻസസ് ഓഫ് ദ 6 months വേർ 6 monthന്റെ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. സ്റ്റോർസ് ഓവർ ഹെഡ് 400, 1500 മോട്ടീവ് പവർ, അങ്ങനെ കുറേ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. സ്റ്റോർസ് ഓവർ ഹെഡ് എന്തിൻ്റെ ബേസിലാണോ ടേബിൾ നോക്കിയാൽ മതി. ഡയറക്റ്റ് മെറ്റീരിയൽ, മോട്ടീവ് പവർ കിലോ വാട്ടിൻ്റെ ആണ്, ഇറ്റ് ഇസ് ഗിവൺ ഹിയർ. ഇലക്ട്രിസിറ്റി, ലൈറ്റിംഗ്, ലൈറ്റ് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ലേബർ വെൽഫെയർ, നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ, അസറ്റിൻ്റെ വാല്യൂ ഇസ് ഗിവൺ. റിപ്പയർ, അസറ്റിൻ്റെ വാല്യൂ ഗിവൺ. ജനറൽ ഓവർ ഹെഡ് തിരിച്ചിട്ട് നോക്കിക്കോ, ഇറ്റ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്റ്റ് വേജസ് ആൻഡ് റെന്റ് ആൻഡ് ടാക്സസ്, ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഏരിയ. അപ്പോൾ ഇതൊക്കെ തന്നിട്ടുണ്ട്. സോ ഞാൻ സ്റ്റാർട്ടിങ് ഞാൻ ചെയ്യും, എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി, ബിക്കോസ് സ്റ്റാർട്ടിങ്ങിൽ ഒരു പോയിന്റ് എനിക്ക് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാനുണ്ട്. ഓക്കെ, ഹെഡിങ് കൊടുക്കണം, ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. അവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ ക്യാമറയിൽ. സോ എഴുതണം ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി എഴുതണം കേട്ടോ. ഓക്കെ, so you can see the format on the board, same format. നമ്മൾ ആദ്യം അപ്പോർച്ച്മെന്റ് ആണ് ചെയ്യേണ്ടത്, ബിക്കോസ് ഓവർ ഹെഡ്സ് ആർ ഗിവൺ. നിങ്ങൾക്കറിയാം ഇതിൽ ആദ്യം തന്നിരിക്കുന്നത് ഡയറക്റ്റ് വേജ് ആ മെറ്റീരിയലുടെ ഡയറക്റ്റ് വേജ്. സോ ഫസ്റ്റ് ഇറ്റ് ഇസ് ഗിവൺ ഡയറക്റ്റ് വേജ്. ഓക്കെ, നമ്മൾ ഇവിടെ ഇതെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്താ ഈ പ്രോസസ്സിൽ എന്താണോ ചെയ്യാൻ പോകുന്നത്, ഓവർ ഹെഡിനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, നിങ്ങളെല്ലാവരും കോസ്റ്റ് ഷീറ്റ് പഠിച്ചതാണല്ലോ. ഓക്കെ, അത് ഇല്ലെങ്കിലും അറിയില്ലെങ്കിലും ഒക്കെ വിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു കോസ്റ്റ് ഷീറ്റ് ഇവിടെ എഴുതുവാണെങ്കിൽ കാണുന്നുണ്ടല്ലോ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും അല്ലേ. ഈ പ്രൈം കോസ്റ്റിന് ശേഷമാണ് നമ്മൾ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ആഡ് ചെയ്യുന്നത് അല്ലേ. ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്തു, എന്നിട്ട് അത് കിട്ടി. പിന്നെ നമ്മൾ സെല്ലിങ്, ഓഫീസ്, അങ്ങനെ പറയുന്ന എല്ലാ ഓവർ ഹെഡ്സും ഡയറക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം എഴുതുന്നത് അല്ലേ. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത് കോസ്റ്റ് ഷീറ്റിന്റെ പ്രൈം കോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് അല്ലേ. പ്രൈം കോസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ ഓവർ ഹെഡ്സും ഇതിൽ ആഡ് ചെയ്യുക, റൈറ്റ്. സോ പ്രൈം കോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഡയറക്റ്റ് വേജസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതുക, കോസ്റ്റ് ഷീറ്റിൽ എഴുതുക. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂല് ദീസ് ഓൾ വി ആർ ആഡിങ് ഇറ്റ് ഓൺ ഡയറക്ട്ലി. നമ്മളൊരു ഡയറക്റ്റ് ആയിട്ടാണ് ഇതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് എഴുതുന്നത്. സി, ഇൻഡയറക്റ്റ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് പാർട്ടാണ്. എനിവേ മനസ്സിലാവാത്തവരങ്ങ് വിട്ടേക്ക്, ചിലവർക്ക് അതിന്റെ കോൺസെപ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നേളൂ. എനിവേ, സോ ഹിയർ നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓവർ ഹെഡ് ആണ്. സോ this is not an overhead. So production departmental already ഇത് ഡയറക്ട്ലി നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓവർ ഹെഡിന്റെ ഡിസ്ട്രിബ്യൂഷനെ നോക്കുന്നുണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് എൻ ഓവർ ഹെഡ്. സോ അതിന്റെ സ്പേസ്, അതിന്റെ പ്ലേസ് ഇവിടെയല്ല. ഈ ഒരു ഡയറക്റ്റ് വേജസ് നമ്മൾ ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയിൽ കാണിക്കേണ്ട ഐറ്റം അല്ല. റീസൺ ആണ് ഇവിടെ പറഞ്ഞത്, മനസ്സിലായിട്ടില്ലെങ്കിൽ വിട്ടേക്ക്. ഇപ്പം ഓർമ്മിച്ചാൽ മതി, ഡയറക്റ്റ് വേജസ് അവിടെ കാണിക്കൂല.
എയിൽ കാണിക്കൂല, ബിയിൽ കാണിക്കൂല, സിയിൽ കാണിക്കൂല. ബട്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്റ്റ് ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് ആയിക്കോട്ടെ, ഡയറക്റ്റ് ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിക്കോട്ടെ, അത് നമ്മൾ ആർക്ക് കൊടുക്കണോ അപ്പോർഷൻ ചെയ്തിട്ട്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ബിക്കോസ് സർവീസ് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണോ? നോ. സോ സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്റ്റും ഇൻഡയറക്റ്റും നമ്മൾ ആർക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. സോ ഈ ഡയറക്റ്റ് വേജസ് ഏത് രണ്ടിന്റെ കോളത്തിൽ നമ്മൾ എഴുതണം? ഡിന്റെയിലും എഴുതണം, ഇന്റെയിലും എഴുതണം. എയിലും ബിയിലും സിയിലും കാണിക്കാൻ പാടില്ല. ബിക്കോസ് ദിസ് ഇസ് എന്ത് സമ്മറിയാണോ? ഓവർ ഹെഡിന്റെ സമ്മറി. സോ ഹിയർ ടോട്ടൽ എഴുതുമ്പോഴും ഇവിടെ തന്നിരിക്കുന്ന ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ടോട്ടലാണ്. പക്ഷെ നമ്മൾ ഏതാ എഴുതണ്ടു? 2000 മാത്രമേ ഇവിടെ കാണിക്കണ്ടു. ക്ലിയർ? ഇതൊക്കെ വേറെ എടുത്ത് പോകുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ കാണിക്കാത്തത്. അതാ ഞാൻ കോസ്റ്റ് ഷീറ്റ് ഒക്കെ എടുത്ത് പറഞ്ഞത്. ലീവ് ഇറ്റ്, ഡോണ്ട് മേക്ക് ദ തിങ്സ് കോംപ്ലിക്കേറ്റഡ്, റൈറ്റ്? ഇനി അടുത്ത ഡയറക്റ്റ് മെറ്റീരിയൽ സെയിം ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. സോ ആർക്കും കൊടുക്കണ്ട, എക്കും ബിക്കും സിക്കും കൊടുക്കണ്ട, സർവീസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം. ദാറ്റ് ഇസ് 1500 ആൻഡ് 1000. സോ ഇവിടെ ടോട്ടൽ 2500 വരും. അടുത്ത ഐറ്റം ഓക്കെ. അപ്പൊ അതുവരെ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ഐറ്റം സ്റ്റോർസ് ഓവർഹെഡ്. സ്റ്റോർസ് ഓവർഹെഡ് എന്തിന്റെ ബേസിലാണോ? നിങ്ങളൊന്ന് തിരിച്ചിട്ട് നോക്കിയേ. ഡയറക്റ്റ് മെറ്റീരിയൽ, ഞാൻ നേരത്തെ അങ്ങാണ്ട് ഡയറക്റ്റ് വേജ് എന്ന് പറഞ്ഞോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഒന്ന് ആ വീഡിയോയിൽ അങ്ങോട്ടങ്ങാണ് ഞാൻ പറഞ്ഞോ എന്നൊരു സംശയമുണ്ട്. എനിവേ ഇറ്റ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റോർ അല്ലേ? സ്റ്റോറിൽ എന്താ ഉണ്ടാവുക? മെറ്റീരിയൽ. സോ ഡയറക്റ്റ് മെറ്റീരിയൽ ടോട്ടൽ ഈസ് 400. മെറ്റീരിയൽ നിങ്ങൾ നോക്കിയേ, 3000, 2500, 2000, 1500 ആൻഡ് 1000. അപ്പൊ ആദ്യം ഞാൻ എല്ലാത്തിനും 2 0 കട്ട് ചെയ്താൽ 30:25:20:15:15:10 കിട്ടും. വീണ്ടും ചെറുതാക്കി എത്ര കിട്ടുമോ? 6:5:4:3:2 അല്ലേ? 6:5:4:3:2. ഇതിനെ ഞാൻ ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് 120, 100, എത്രയാ? 120, 100, 80, 60, 40. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ ഈ ചാപ്റ്ററിൽ ഈസി വഴി ഞാൻ പറഞ്ഞേട്ടെ. ഇതെല്ലാം ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 20 അല്ലേ? 20. ഓക്കെ. ഇതിപ്പോ 400 അല്ലേടോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട. ആദ്യം നിങ്ങൾ 400 ഡിവൈഡഡ് ബൈ ഈ ഇത് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും ആൻസർ? 20 കിട്ടുമല്ലോ. ഓക്കെ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 20 × 6 120, 20 × 5 100, 20 × 4 80, 20 × 3 60, 20 × 2 40. ഓക്കെ. ഈ ചാപ്റ്ററിൽ ഈസി വഴി ഈസി എന്ന് വെച്ചാൽ കുറച്ചെങ്കിലും കൂടെ ഈസി ഇത് മൂന്നും ആഡ് ചെയ്യുക. ടോട്ടൽ കിട്ടുമല്ലോ. പിന്നെ അതിനെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. ബിക്കോസ് എവറിത്തിങ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന × 6 × 5 × 4. സോ ആദ്യം നമ്മൾ ഈ ഒരു എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് പിന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. കാൽക്കുലേറ്റർ വർക്ക് കുറച്ച് കുറയും. ഇനി അടുത്തത് നിങ്ങൾ ചെയ്തോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? മുഴുവനായിട്ട് ചെയ്യുക. എവിടം വരെ ചെയ്യാന്നറിയോ? 2 ടാക്സസ് വരെ ചെയ്തിട്ട് ടോട്ടൽ കണ്ടുപിടിച്ചില്ലേ നമ്മൾ നേരത്തെ? അത്രയും പാർട്ട് വരെ ചെയ്തിട്ട് എന്നെ വെയിറ്റ് ചെയ്യൂ. ഓക്കെ. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഞാൻ ചെയ്യുന്നതൊന്നും ഞാൻ കാണിച്ചു ബിക്കോസ് നിങ്ങൾക്ക് അതറിയാം. നൗ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഡിയിലെ 4100 ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എക്കും ബിക്കും സിക്കും. ഓക്കെ. പിന്നെ നമുക്ക് ഈന്റെ കാര്യം നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ 4100 എക്കും ബിക്കും സിക്കും ഡിവൈഡ് ചെയ്യും. നമുക്ക് നോക്കാമല്ലോ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കിയേ. എപ്പോർഷൻ ദി എക്സ്പെൻസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സ്. ഓ ഞാനവിടെ ഡി എന്ന് എഴുതി. ഇറ്റ് ഇസ് എക്സ് ആൻഡ് വൈ. ഓക്കെ. Apportion the expense of service department X in the ratio of 4:3:3. ഇവിടെ പറയുന്നുണ്ട് ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ? 4:3:3. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെയാണ് അപ്പോർഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എന്താക്കുക? നെഗറ്റീവ് ആക്കുക. ഇനി ഇപ്പൊ ഇവിടെ തീർന്ന് 0 ആയില്ലേ ഇവരത്? സോ നമ്മൾ അതിനെ ആദ്യം എന്ത് ചെയ്യുക? നെഗറ്റീവ് ആക്കുക. നെഗറ്റീവ് ആക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താലും മതി. എനിവേ
നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് എന്ത് ചെയ്യുക, 4:3:3 എന്ന് പറയുന്ന റേഷ്യോയിൽ ഈ 4100, അതായത് 4100 ഇൻറ്റു 4/10, 4100 ഇൻറ്റു 3/10, 4100 ഇൻറ്റു 3/10, അങ്ങനെ ഈ റേഷ്യോയിൽ ഞാനിവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. ഇറ്റ് ഈസ് 16:30, 12:30, 12:30. ക്ലിയർ ആണല്ലോ? ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇവിടെ എഴുതുക. ഇനി നേരെ എക്സ്പെൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എക്സ്. സോ അത് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് ആരതാടോ? എക്സ്പെൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വൈ. അതായത് എക്സ്പെൻസ് 36:40. അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കണം? 0 ആക്കണം. സോ ഇവിടെ ഞാൻ അത് നെഗറ്റീവ് ആക്കി. അപ്പോൾ ഞാൻ നോക്കട്ടെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ. ഡിപ്പാർട്ട്മെന്റ് വൈ ഇൻ ദ പ്രപ്പോർഷൻ ഓഫ് ഡയറക്റ്റ് വേജ് ടു എ, ബി ആൻഡ് സി. എക്കും ബിൻ്റെയും സിൻ്റെയും ഡയറക്റ്റ് വേജ് എടുക്കാൻ. അപ്പം ഞാനത് ക്വസ്റ്റ്യനിൽ നോക്കിയപ്പോൾ എക്ക് 7000, ബിക്ക് 6000, സിക്ക് 5000. സോ അതിൻ്റെ റേഷ്യോ എത്രയാണ്? 7:6:5. 7000, 6000, 5000, 7:6:5. സോ ഞാൻ ഈ 36:40 7:6:5 അല്ലേ, 5 എന്നുള്ള റേഷ്യോയിൽ എന്ത് ചെയ്യാൻ പോവുക? ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോവുക. ഡിവൈഡ് ചെയ്ത് കൊടുത്തോ. ഇറ്റ് ഈസ് 14:16, 12:13, 11:01. സി, കഴിഞ്ഞല്ലോ നമ്മളെ പ്രോസസ്. ഇനിയിപ്പോൾ നോക്കിയേ, ഇത് 0, ഇത് 0. ടോട്ടൽ ഓവർഹെഡ് എന്നാണ് എഴുതുന്നത് അല്ലേ. ഓവർഹെഡിന്റെ ടോട്ടൽ ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ടില്ല. ഇറ്റ് ഇസ് ടോട്ടൽ ഓവർഹെഡ് ഓഫ് എ. എൻ്റെ എത്ര? ടോട്ടൽ അതേപടി ഇവിടെ താഴെ ഇടുക. ടോട്ടൽ ഈസ് 11,396. ഇത് 3 ആഡ് ചെയ്താൽ 27,400 കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അങ്ങനെ നമ്മൾ റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു. എവിടം വരെ? അപ്പോർഷൻമെന്റ്. ഇവിടം വരെ നമ്മൾ അപ്പോർഷൻമെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോ ഇവിടെ കഴിഞ്ഞപ്പോൾ എന്തായി? റീ അപ്പോർഷൻ മീൻസ് സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ എക്സ്പെൻസ് ഒക്കെ നമ്മൾ ആർക്ക് കൊടുത്തു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു. നമ്മൾ ഏത് പ്രോസസ്സ് കഴിഞ്ഞു? റീ അപ്പോർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദി ഡിപ്പാർട്ട്മെന്റൽ ഓവർഹെഡ് റേറ്റ് എന്ന്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ? ഡിപ്പാർട്ട്മെന്റൽ ഓവർഹെഡ് റേറ്റ് assuming that overhead are recovered as a percentage of direct wage. നമ്മളോട് പറയുന്നത് ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കണം. എന്തിന്റെ മേല? ഡയറക്റ്റ് വേജിന്റെ മുകളിൽ. ഓക്കെ, സോ അതാണ് അതിന്റെ മീനിങ്. ഇവിടെ ഓവർഹെഡ് എന്തിന്റെ ബേസിൽ കണ്ടുപിടിക്കാൻ പറയുന്നത്? ഇറ്റ് ഈസ് റിക്കവേർഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വേജ് എത്രയാണെന്ന് അറിയാലോടോ. എടുത്തു നോക്കിയാട്ടെ. എന്റെ ഡയറക്റ്റ് വേജ് 7000, ബിന്റെ ഡയറക്റ്റ് വേജ് 6000 ആൻഡ് സിന്റെ ഡയറക്റ്റ് വേജ് 5000. സോ നമ്മൾ ചെയ്യും. ഇവിടെ ഇതിന്റെ താഴെ നിങ്ങൾ വർക്കിങ്സ് എഴുതുക. എന്നിട്ട് എഴുതുക കാൽക്കുലേഷൻ ഓഫ്, താഴെ നോട്ട്സ് എഴുതുക. കാൽക്കുലേഷൻ ഓഫ് ഓവർഹെഡ് റേറ്റ് എന്ന് എഴുതുക. കാൽക്കുലേഷൻ ഓഫ് ഓവർഹെഡ് റേറ്റ് എന്ന് എഴുതുക. എന്നിട്ട് എ ഇസ് ഈക്വൽ ടു ഓവർഹെഡ് ഡിവൈഡഡ് ബൈ എന്തിന്റെ മേലെ കാണാൻ പറഞ്ഞ? ഡയറക്റ്റ് വേജ് ഇൻറ്റു 100. നമുക്ക് ആൻസർ എന്തെങ്കിലും കിട്ടും? പെർസെൻറ്റേജിൽ കിട്ടും. ഓക്കെ, ഇവിടെ തരും എന്തിന്റെ മേലെ കാണേണ്ടത്. ഓവർഹെഡ് നമ്മൾ കണ്ടുപിടിച്ചു. എന്തിന്റെ മേലെ കാണേണ്ടത്? ഡയറക്റ്റ് വേജിന്റെ മേലെ. ഏന്റെ ഞാൻ ചെയ്യുന്നത് നോക്കോ. ഏന്റെ ടോട്ടൽ ഓവർഹെഡ് 11,396 ഡിവൈഡഡ് ബൈ ഏന്റെ ഡയറക്റ്റ് വേജ്. എടുത്ത് നോക്ക്. ഏന്റെ ഡയറക്റ്റ് വേജ് എത്രയാണ്? 7000 അല്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻറ്റു 100 ആൻഡ് ആൻസർ ഇസ് 162.8%. ഇതേപോലെ നിങ്ങൾ ബീൻ്റെയും കാണാം, സീൻ്റെയും കാണാം. ക്ലിയർ? സോ ദിസ് ഈസ് യുവർ റീഡിസ്ട്രിബ്യൂഷൻ സമ്മറി. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഓവർഹെഡിന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ
കണ്ടുപിടിച്ചു. ഇനി അവിടെ ഡയറക്റ്റ് വേജിന് പകരം എന്താണോ ക്വസ്റ്റ്യനിൽ പറയുന്നത് അത് വരും ഡിനോമിനേറ്ററിന്റെ പാർട്ടിൽ. ഈ കണക്കിൽ ഡയറക്റ്റ് വേജിന്റെ മേലെയാണ് അബ്സോർബ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. സോ ഡയറക്റ്റ് വേജിന്റെ മേലെ ചെയ്തു. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഈ മെത്തേഡിന്റെ പേര് ഡയറക്റ്റ് മെത്തേഡ്, അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓൺലി. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്ത് അപ്പോർഷൻ ചെയ്തു കൊടുത്തത്. സോ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോട്ടാ.